ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ 2-3 ദിവസമായി നമ്മൾ വീഡിയോയൊക്കെ ഇട്ടിട്ട്. അപ്പോൾ എന്തായാലും മാക്സിമം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ രാവിലെ ഇതേ കാപ്പി ഉണ്ടാക്കുകയാണ്. 9 മണിക്ക് മുന്നേ ഇന്നത്തെ ജോലികളെല്ലാം കഴിക്കണം കേട്ടോ. അതേ രാവിലത്തെ കാപ്പി, പാത്രം കഴുകൽ, ഉച്ചക്കലത്തേക്ക് കറി, ചോറ് ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ട് എനിക്കൊരിടം വരെ പോകാനുണ്ട് കേട്ടോ. അതുകൊണ്ട് 9 മണിക്ക് മുന്നേ തന്നെ എൻ്റെ എല്ലാ ജോലിയും ഒതുക്കണം. അപ്പോൾ അതിനുവേണ്ടി രാവിലെ ഇതേ നമ്മൾ കഴിക്കാൻ വേണ്ടി പുട്ടുണ്ടാക്കി. കറിയൊന്നുമില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ പപ്പടം ഇരിപ്പുണ്ടായിരുന്നു. പപ്പടം എടുത്ത് പൊരിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേ ചായയൊക്കെ ഇട്ട് കൊച്ചിന് കൊടുത്തു. സ്കൂളുണ്ടല്ലോ, അപ്പോൾ സ്കൂളിലാക്കിയിട്ട് വേണം എനിക്ക് പോകാനായിട്ട്. അപ്പോൾ ദേ കൊച്ചിന് നമ്മൾ കാപ്പിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അനിയത്തി അതൊക്കെ കഴുകി തന്നു കേട്ടോ. ചോറ് വെക്കാനുള്ള കഞ്ഞിക്കലവും എല്ലാം കൂടെയൊക്കെ ഒന്ന് കഴുകി തന്നിട്ടുണ്ട്. ഇത് എൻ്റെ പയറ് കണ്ടില്ലേ, വള്ളി വീശാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനിങ്ങനെ ചുറ്റി വളരാൻ വേണ്ടിയിട്ട് ഒരു വള്ളിയൊക്കെ നമുക്ക് കെട്ടിക്കൊടുക്കണം. 2-3 തൈയാണ് കേട്ടോ അത് ഒരുമിച്ച് ഞാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ ദേ കലമൊക്കെ കഴുകി കൊണ്ടുവന്നു. ഇന്ന് നമുക്ക് കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊരു ചെറിയ വീഡിയോയാണ് കേട്ടോ. നമ്മൾ എന്നും ഇടുന്ന വീഡിയോയുടെ അത്രയും ലോങ് വീഡിയോ അല്ല, വളരെ ചെറിയൊരു വീഡിയോയാണ്. അപ്പോൾ ദേ ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെയൊക്കെ ഒന്ന് വേവിച്ച് വെക്കണം. അപ്പോൾ ദേ ഞാൻ കലമൊക്കെ കഴുകി അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം അരിയൊക്കെ കഴുകി അങ്ങ് ഇട്ട് കൊടുക്കാം. പാത്രങ്ങളെല്ലാം കഴുകി കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദേ ഇനി വെള്ളമൊക്കെ ഒന്ന് തിളച്ച് കിടക്കുകയാണ്. അരി ഇടാനായിട്ട് പോവുകയാണേ. അങ്ങനെ അരിയൊക്കെ കഴുകി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനാണെങ്കിൽ തോരന് വേണ്ടിയിട്ട് ബീൻസൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ചക്കയൊക്കെ കിട്ടിയത്. ഇനിയിപ്പോൾ എന്തായാലും ബീൻസ് കുറച്ച് ദിവസം കൊണ്ടിരിക്കുന്നത് കൊണ്ട് നമുക്കതങ്ങ് തോരൻ വെക്കാൻ വേണ്ടിയിട്ട് കഴുകിയൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ മീൻ കൊണ്ടുവന്നിട്ടുണ്ട്. മീൻ ചെറിയ ചൂരക്കുട്ടിയാണ് കേട്ടോ. അപ്പോൾ അതും കൂടി തേങ്ങ അരച്ച് കറി വെക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വന്നിട്ട് മീനൊക്കെ അങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. പുറത്ത് കൊണ്ടുപോയില്ല, അകത്ത് വെച്ച് തന്നെ ഞാനങ്ങ് മീൻ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. 2 ദിവസം വീഡിയോ നമുക്ക് ഇടാൻ പറ്റിയില്ല, പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇന്നിപ്പോൾ നമ്മൾ ഈ ഇടുന്ന വീഡിയോ ചിലപ്പോൾ നമ്മൾ സ്ഥിരം കാണുന്ന ആളുകളിലേക്കൊന്നും എത്താൻ ചാൻസ് ഇല്ല. നിങ്ങൾ കാണുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യാനൊക്കെ ഇപ്പോൾ ആളുകൾക്ക് മടിയായി തുടങ്ങിയെന്ന് തോന്നുന്നു കേട്ടോ. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ലൈക്ക് കൊണ്ട് മാത്രമാണ് നമ്മുടെ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നത് കേട്ടോ. അത് വീണ്ടും വീണ്ടും പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല. ചില ആളുകൾ ചിലപ്പോൾ വീഡിയോ കണ്ടിട്ടങ്ങ് പോകത്തേ ഉള്ളൂ കേട്ടോ. ലൈക്ക് ചെയ്യാൻ ചിലപ്പോൾ അവർ മറന്നു പോകുന്നതാണെന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കണ്ടുകൊണ്ടിരിക്കുമ്പം തന്നെ അങ്ങ് ലൈക്ക് അടിച്ചേക്കണം. അങ്ങനെ മീനൊക്കെ കട്ട് ചെയ്തെടുത്തു. ഞാനാണെങ്കിൽ കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടിയും കൂടെയൊക്കെ എണ്ണയിലൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ തേങ്ങയൊക്കെ അരച്ച് അരപ്പൊക്കെ അങ്ങ് കൂട്ടി അടുപ്പിലോട്ടാക്കി കൊടുത്തിട്ടുണ്ട്. മീനൊക്കെ വെട്ടി തേച്ച് കഴുകി കൊണ്ടുവന്ന് കുറച്ച് പൊരിക്കാൻ മാറ്റിയിട്ടുണ്ട്. ബാക്കി നമ്മൾ കറിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേ നമ്മുടെ ബീൻസ് തോരന് വേണ്ടിയിട്ടൊക്കെ ഞാൻ അരിഞ്ഞെടുക്കുന്നുണ്ട്. ബീൻസും ക്യാരറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് തോരൻ വെക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അല്ലെങ്കിലും ബീൻസ് മാത്രം ഇട്ട് വെച്ചാലും നല്ല ടേസ്റ്റാണ്. ഞാനാണെങ്കിൽ ഇതിൽ ജീരകം അരയ്ക്കാറില്ല കേട്ടോ. പകരം നമുക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്താൽ മതി, നല്ല ടേസ്റ്റാണ്. ആ ഒരു ടേസ്റ്റ് എനിക്കിഷ്ടമാണ് കേട്ടോ. ജീരകം അരയ്ക്കത്തില്ല, പകരം നമ്മൾ ഗരം മസാല ചേർക്കാറുണ്ട്. അല്ലെങ്കിൽ പെരുംജീരകം മാത്രം ഒന്ന് പൊടിച്ച് ചേർത്താലും മതി. പിന്നെ അതേ മീൻ വറുക്കാൻ വേണ്ടി എടുത്തതിൽ ഉപ്പും മുളകും മഞ്ഞളും അതുപോലെ കുറച്ച് ഗരം മസാലപ്പൊടിയും ഉപ്പൊക്കെ ചേർത്തിട്ട് അതും കൂടി ഞാനങ്ങ് പുരട്ടി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതേ ചക്ക അരിയാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. ശരിക്കും പച്ചക്കറിയൊക്കെ ഇവിടെ കിടക്കുന്നത് സാമ്പാർ വെക്കാൻ വേണ്ടി എടുത്തത്. അപ്പോഴത്തേക്കും മീൻ കൊണ്ടുവന്നത് കൊണ്ട് ഞാനതങ്ങ് മാറ്റിയിട്ട് മീൻ കറിക്ക് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഈ ചക്ക ഇത് തലേന്ന് കിട്ടിയ ചക്കയാണ് കേട്ടോ. പക്ഷെ അന്ന് നമ്മളത് വെച്ചില്ലായിരുന്നു. അപ്പോൾ ഇന്ന് എടുത്തപ്പോഴത്തേക്കും ചെറിയൊരു കളർ വ്യത്യാസം പോലെ തോന്നുന്നുണ്ട് കേട്ടോ. ചെറിയൊരു യെല്ലോ കളർ വെച്ചിട്ടുണ്ട്, ചെറിയൊരു പുളിപ്പുമുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളിത് വേവിക്കാനായിട്ട് പോവുകയാണ്. ഇതെല്ലാം തോലെല്ലാം കൂടെ, ചവണിയെല്ലാം കൂടെ ഞാൻ കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചവണിയെല്ലാം കളഞ്ഞെടുത്തിട്ടുള്ള ചക്കയാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് അരിഞ്ഞ് പറക്കി എടുക്കുന്നുണ്ട്. കുറച്ച് ഞാൻ ചക്കക്കുരുവും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല വേവുന്ന ചക്കക്കുരു ആയതുകൊണ്ട് കുറച്ച് ചക്കക്കുരും കൂടെ ഒക്കെ ഇട്ടിട്ടാണ് എടുക്കുന്നത്. ഇതിനിടയ്ക്ക് പാത്തു ഒരുങ്ങി റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. സ്കൂളിലേക്ക് കൊണ്ടാക്കിയിട്ട് വേണം എനിക്ക് അതുവഴി പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൾ റെഡി ആയിട്ടുണ്ട്. ഞാനിത് വെപ്രാളപ്പെട്ട് ജോലി ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് പോയി കുളിച്ച് റെഡി ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ചക്കയൊക്കെ അരിഞ്ഞെടുക്കുന്നുണ്ട്. തോരനും ചക്കയ്ക്കും വേണ്ടിയിട്ടുള്ള അരപ്പൊക്കെ ഞാൻ അരച്ച് കേട്ടോ. രണ്ടിനും ഒരുപോലെ തന്നെയാണല്ലോ, അതുകൊണ്ട് ഞാനങ്ങ് അരച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെന്താ, കുറച്ച് മീൻ പൊരിക്കാൻ വേണ്ടി മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി പൊരിക്കാനായിട്ട് ഇട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ. പിന്നെ കുറച്ച് തുണി ഞാൻ കഴുകാൻ വെച്ചിട്ടുണ്ട്. പക്ഷേ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ തുണി കഴുകാൻ നിന്നില്ല, മുറ്റം അടിക്കാനൊന്നും നിന്നില്ല. അപ്പം മുറ്റമൊക്കെ അനിയത്തി അങ്ങ് അടിച്ചോളും. ഇപ്പോൾ വലിയ കാറ്റൊന്നും ഇല്ല കേട്ടോ.
പിന്നെ വെള്ളത്തിൻ്റെ അവസ്ഥ കഷ്ടമാണ്, വെള്ളം കിട്ടാൻ ബുദ്ധിമുട്ടുമാണ് കേട്ടോ. ഇപ്പം കുറച്ച് ഒരാഴ്ച കൂടുതലായി നമുക്ക് ലൈൻ പൈപ്പിൽ വെള്ളം വന്നു. കിണറിൽ ആവശ്യത്തിന് വെള്ളം ഉള്ള സമയത്ത് 2 ദിവസം കൂടുമ്പോഴത്തേക്ക് ലൈൻ പൈപ്പിൽ വെള്ളം വരുമായിരുന്നു കേട്ടോ. ഇപ്പം വെള്ളം കിണറിൽ വറ്റി വന്നപ്പോഴത്തേക്കും ആഴ്ചയിൽ, അതായത് ഒരാഴ്ചയിൽ കൂടുതലാകുന്നുണ്ട് പൈപ്പിൽ വരാനായിട്ട്. ഇപ്പം എന്തായാലും തുണികളൊക്കെ അവിടെ അങ്ങ് കിടക്കട്ടെ, വെള്ളം വരുന്നെങ്കിൽ അത് കഴുകിയിടാം, ഇല്ലെങ്കിൽ നാളെ വരുന്നെങ്കിൽ നാളെ കഴുകിയിടും, അങ്ങനെയുള്ള ഒരവസ്ഥയാണ് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞാൽ ചക്കയൊക്കെ കുറച്ച് ലൂസാക്കി ആട്ടോ വേവിച്ചെടുത്തത്. കുറച്ച് വെള്ളം ഞാൻ കുറച്ചധികം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ചക്കയൊക്കെ വേവിച്ചെടുത്തു, അരപ്പൊക്കെ ഇട്ട് നന്നായിട്ട് കുഴച്ചിങ്ങെടുത്തിട്ടുണ്ട് കേട്ടോ. തലേന്നത്തെ മീൻ കറിയാണ്, കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, ഞാനതൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ വെച്ചിട്ട് ഞാനതൊന്ന് കഴിച്ചു. മീൻ കറി റെഡി ആയിട്ടുണ്ട്, നമ്മുടെ തോരനൊക്കെ അവിടെ ആയിട്ടുണ്ട്. മീനൊക്കെ ഇതിനിടയ്ക്ക് ഞാനങ്ങ് വറുത്തെടുത്ത് കേട്ടോ. കാരണം മൊത്തത്തിൽ ഇങ്ങനെ വീഡിയോ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ സമയം ഒരുപാടങ്ങ് പോവും. അതുകൊണ്ട് എല്ലാം അങ്ങ് റെഡിയാക്കി എടുത്ത് കേട്ടോ. അങ്ങനെ ഞാനും റെഡിയായി. ഇതേ കൊച്ചിനെയും കൊണ്ട് അവളെ സ്കൂളിലോട്ടാക്കിയിട്ട് വേണം പോകാൻ. അപ്പം ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത്, വല്ലുമുണ്ട്, തൊട്ടടുത്ത വീട്ടിലെ ഒരു ചേച്ചിയുണ്ട്. വാട്ടർ അതോറിറ്റി പോവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ലൈൻ പൈപ്പ് കിട്ടിയിട്ട് ഇപ്പോൾ 1 വർഷമായില്ല, ഒരു 7-8 മാസം ആയിട്ടേ ഉള്ളൂ. അപ്പോൾ അതിലൊരു 6 മാസം നമ്മൾ വെള്ളം അതിൽ നിന്ന് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൊച്ചിനെ സ്കൂളിലാക്കി പോയി ഒരു അരമണിക്കൂറോളം സ്റ്റാൻഡിൽ നിൽക്കേണ്ടി വന്നു. അപ്പോഴത്തേക്കും നമുക്ക് ബസ് കിട്ടി. കടയ്ക്കച്ചിങ്ങേലിയിലാണ് കേട്ടോ പോകുന്നത്. ശരിക്കും ഒരു ബസ് യാത്ര ചെയ്തിട്ടൊക്കെ ഒരുപാട് നാളായി, ഒത്തിരി നാളായി കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനിതങ്ങ് ആസ്വദിച്ചു ബസ്സിൽ പോകുന്നത്. പക്ഷേ വീഡിയോ എടുക്കുന്നത് പേടിച്ചിട്ടാണ് കേട്ടോ. ഇപ്പോഴത്തെ ഓരോ ന്യൂസ് കാരണം പേടിയാണ് ബസ്സിലൊക്കെ മൊബൈലൊക്കെ യൂസ് ആക്കുന്നത്. ഇപ്പോൾ ഭയങ്കര പേടിയാണ് കേട്ടോ, പ്രത്യേകിച്ച് വീഡിയോ എടുക്കാനൊക്കെ. അങ്ങനെ നമ്മൾ വാട്ടർ അതോറിറ്റി പോയി 1 മണിക്കൂറോളം പിന്നെ അവിടെ ചിലവഴിക്കേണ്ടി വന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ കാര്യമൊക്കെ നടന്നു. പിന്നെ തിരികെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയായിരുന്നു കേട്ടോ.